ഹായ്, സഹദേവ് മാഷാണ്. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ ഇത്തവണത്തെ എപ്പിസോഡിൽ ഒരു നമ്പർ ചാർട്ടാണ്. ഒരുപാട് അന്വേഷണ സാധ്യതയുള്ള, ഒരുപാട് കണ്ടെത്തലുകൾ ഇനിയും നടത്താനുള്ള ഒരു നമ്പർ ചാർട്ടാണ് അവതരിപ്പിക്കുന്നത്. ബഹുഭുജ സംഖ്യകൾ, പോളിഗൺ നമ്പറിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന്റെ ചെറിയ രൂപത്തിൽ LP തലത്തിലും UP തലത്തിലും ഒക്കെ അതേമാതിരി ഹൈസ്കൂൾ കുട്ടികൾക്കും ചെയ്യാവുന്ന ഒരു നല്ല നമ്പർ ചാർട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ LP കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 ത്രികോണ സംഖ്യകളും സമചതുര സംഖ്യകളും കൊണ്ട് തന്നെ ഒരു നല്ല നമ്പർ ചാർട്ട് നിർമ്മിച്ചെടുക്കാം. UP തലത്തിലേക്ക് എത്തുമ്പോൾ അതിൽ കൂടുതൽ ഹെക്സഗൺ നമ്പറും അതുമാതിരി പെന്റഗൺ നമ്പറിലേക്കും വളർത്തിയെടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിനപ്പുറത്തേക്കും അന്വേഷണം നടത്താൻ പറ്റുന്ന രൂപത്തിൽ കൃത്യമായി ഓപ്പണിങ്ങോടുകൂടിയ, അതായത് ഇനിയും ഒരുപാട് ഒരു അന്വേഷണം നടത്താനുള്ള ഒരു നമ്പർ ചാർട്ടാണിത്. അപ്പോൾ ആ നമ്പർ, ഓരോ നമ്പറിനും പ്രത്യേകം പേര് കൊടുത്തത് എന്താണെന്ന് വളരെ കൃത്യമായി തന്നെ അതിൻ്റെ ജിയോമെട്രിക് രീതിയിൽ തന്നെ ആ ചിത്രം വരച്ചുകൊണ്ട് തന്നെ കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഉദാഹരണത്തിന് ട്രയാങ്കുലർ നമ്പർ. എന്തുകൊണ്ടാണ് ട്രയാങ്കുലർ നമ്പർ ത്രികോണ സംഖ്യകൾ എന്ന് പറയുന്നത്? ത്രികോണ സംഖ്യകൾ എന്ന് പറയണമെങ്കിൽ ആ ത്രികോണവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവണ്ടേ? തീർച്ചയായും ത്രികോണ രൂപത്തിൽ വളർന്നു വരുന്ന സംഖ്യകളാണ് ത്രികോണ സംഖ്യകൾ. അപ്പോൾ അത് കൃത്യമായി ത്രികോണ രൂപത്തിൽ ക്രമത്തിൽ വളർന്ന് ആദ്യം ഒരു യൂണിറ്റ് നമ്മൾ നീളം എടുത്തുകൊണ്ട് ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കുന്നു. അപ്പോൾ 3 വശങ്ങളായിരിക്കും, 3 കോണുകളായിരിക്കും. അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത് 1 നിന്നാണ്. അപ്പോൾ 2ാമത്തെ കോണ് 3ാമത്തെ കോൺ, അതായത് 3ാമത്തെ മൂല. യെസ്, അത് 2 യൂണിറ്റിലേക്ക് വളരുമ്പോഴോ, അപ്പോൾ 2 യൂണിറ്റ് 3 വശത്തും വരുമ്പോൾ വീണ്ടും അത് വർദ്ധിച്ച് 4, 5, 6, 6ാമത് വീണ്ടും വരുന്നത് ത്രികോണം തന്നെയാണ്. അതായത് ഒരു ത്രികോണം, വലിയ ത്രികോണം പൂർത്തിയാവും. അപ്പോഴത്തേക്ക് അത് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അടുത്ത 6 കഴിഞ്ഞ് 7, 8, 9, 10, 10ാമത്തെ നമ്പർ വരുമ്പോഴേക്ക് വീണ്ടും അതിനേക്കാൾ തൊട്ട് വലിയൊരു ത്രികോണമായി തീരും. അടുത്തത് 11, 12, 13, 14, 15ലേക്ക് എത്തുമ്പോൾ മാത്രമേ തൊട്ട് വലിയ ത്രികോണം ഉണ്ടായിത്തീരൂ. വളരെ കൃത്യമായി തന്നെ ചിത്രം വരച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ത്രികോണ സംഖ്യകൾ വളർന്ന് വലുതാവുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി അതെങ്ങനെയാണ് നമ്മൾ ചാർട്ടിലേക്ക് കൊടുക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. അതായത് ഒന്നിടവിട്ട കളങ്ങളിൽ നമ്മൾ ത്രികോണ സംഖ്യകൾ എഴുതുന്നത്. എങ്ങനെയാണ് ത്രികോണ സംഖ്യകൾ വരുന്നത്? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ടാണ് ത്രികോണ സംഖ്യകൾ വരുന്നത്. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. എണ്ണൽ സംഖ്യകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 1, 2, 3, 4, 5, 6 എന്നുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളിൽ നിന്നാണ് ത്രികോണ സംഖ്യകൾ ഉണ്ടാക്കുന്നത്. അതായത് ആദ്യത്തെ എണ്ണൽ സംഖ്യയായും 2ാമത്തെ എണ്ണൽ സംഖ്യയും കൂട്ടുന്നത്. ആദ്യത്തെ എണ്ണൽ സംഖ്യ ആയ 1 ആദ്യത്തെ ത്രികോണ സംഖ്യ. അതിന്റെ കൂടെ തൊട്ടടുത്ത നമ്പറായ 2 കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 2ാമത്തെ ത്രികോണ സംഖ്യ, അതായത് 3. 3ന്റെ കൂടെ പിന്നെ കൂട്ടുന്നത് തൊട്ടടുത്ത നമ്പർ 3 തന്നെയാണ്. അതായത് ആദ്യം 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, 4 കൂട്ടി, 5 കൂട്ടി, അങ്ങനെ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ കൂട്ടി പോകുമ്പോൾ കിട്ടുന്ന എല്ലാ നമ്പറും ത്രികോണ സംഖ്യകളാണ്. ഇത് വേറെ ഒരു തരത്തിൽ നമ്മൾ LP തലത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മളത് കൂട്ടി പറയാറുണ്ട്, 55. 10ാമത്തെ ത്രികോണ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാലും 55ആണ്. 9ാമത്തെ ത്രികോണ സംഖ്യ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 45. ഇങ്ങനെ ഒരു ഫലപ്രത്യേകതയുള്ളൂ. അതായത് LP ക്ലാസ്സിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം തന്നെ അതിൽ നിന്നാണ് നമ്മൾ മേലോട്ട് വികസിപ്പിക്കുന്നത്. UPയിലെത്തുമ്പോൾ അത് സ്ക്വയർ നമ്പർ, അത് മറ്റൊരു രൂപത്തിലാണ്. സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ സ്ക്വയറിലാണ് വളർന്നു വരുന്നത്, സമചതുരത്തിൽ തന്നെ വളർന്നു വരുന്നത് എന്നാണ്. അപ്പോൾ ആദ്യം 1, പിന്നെ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ മാത്രമേ 4ാമത്തെ മൂലയിലേക്ക് വരൂ, ഒരു സമചതുരം പൂർത്തിയാവൂ. വീണ്ടും 5, 6, 7, 8, 9 എന്ന് പറയുമ്പോൾ മാത്രമേ വീണ്ടും ഒരു സമചതുരം നമുക്ക് കിട്ടൂ. അപ്പോൾ സമചതുര സംഖ്യകൾ വളർന്നു വരുന്നത് സമചതുര രൂപത്തിലാണ്. ഇത് മറ്റൊന്നെന്ന് പറഞ്ഞാൽ
പിന്നെ അതും കൂടെ നമ്മൾ കൃത്യമായി ചാർട്ട് കാണിക്കുന്നുണ്ട്. തുടർച്ചയായ 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക ആയിട്ടാണ് സ്ക്വയർ നമ്പർ വരുന്നത്. 1ഉം 3ഉം 4, 4ഉം 5ഉം 9, 9ഉം 7ഉം 16. അങ്ങനെ തുടർച്ചയായ ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ കൂട്ടി കൂട്ടി പോകുമ്പോൾ കിട്ടുന്നതൊക്കെ ത്രികോണ സംഖ്യകളാണ്, സ്ക്വയർ നമ്പറാണ്. മറ്റൊന്ന്, ത്രികോണ സംഖ്യകളും സ്ക്വയർ നമ്പറും തമ്മിലും ബന്ധമുണ്ട്. എന്താണ്? അടുത്തടുത്ത ത്രികോണ സംഖ്യകളുടെ തുകയായിട്ടാണ് സ്ക്വയർ നമ്പർ വരിക. ഏതെങ്കിലും 2 ത്രികോണ സംഖ്യ എടുത്താൽ ഒരിക്കലും സ്ക്വയർ നമ്പർ കിട്ടില്ല. അടുത്തടുത്ത ത്രികോണ സംഖ്യകൾ, ഉദാഹരണത്തിന് 3ാമത്തെയും 4ാമത്തെയും ത്രികോണ സംഖ്യകളുടെ തുകയാണ് 4ാമത്തെ സ്ക്വയർ നമ്പർ. അതായത് 6, 10. 6, 10 എന്ന് പറഞ്ഞാൽ 3ാമത്തെയും 4ാമത്തെയും ത്രികോണ സംഖ്യയാണ്. 6ഉം 10ഉം കൂട്ടിയാൽ എത്രയാണ്? 16. 16 4ാമത്തെ സ്ക്വയർ നമ്പറാണ്. അതുപോലെ തൊട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹെക്സഗൺ നമ്പർ, ഷഡ്ഭുജ സംഖ്യയും ത്രികോണ സംഖ്യയായിട്ട് നല്ല ബന്ധമുണ്ട്. ഒന്നിടവിട്ട ത്രികോണ സംഖ്യകളാണ് ഷഡ്ഭുജ സംഖ്യകളായി വരുന്നത് എല്ലാം. അപ്പോൾ 1, 3, 6, 10, 15, 21 അങ്ങനെ പോകുമ്പോൾ ഹെക്സഗൺ നമ്പർ വരുന്നത് 1, 3 ഉണ്ടാവില്ല, 6, പിന്നെ 10 ഉണ്ടാവില്ല, 15, പിന്നെ 21 ഉണ്ടാവില്ല, 28. അങ്ങനെ ഒന്നിടവിട്ട്. ഇതൊക്കെ ചാർട്ടിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് അതിന്റെ പ്രത്യേകത മനസ്സിലാകുന്നത്. മറ്റൊന്ന്, ഡിഫറൻസ് കാണുകയാണ്. ത്രികോണ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ട് പിന്നീട് ആ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. അതൊരു സ്ഥിര നമ്പർ ആയിരിക്കും, 1ലേക്കാണ് വരിക. ഇതുപോലെ തന്നെ സ്ക്വയർ നമ്പർ എഴുതി നമ്മൾ അതിന്റെ ഡിഫറൻസ് കണ്ട് ആ ഡിഫറൻസ് എടുത്താൽ എപ്പോഴും 2 മാത്രമേ കിട്ടൂ. അടുത്തടുത്ത ഓരോന്നും പരിശോധിച്ച് കഴിഞ്ഞാൽ 2 ഉണ്ടാവും. ഇനി പെന്റഗൺ നമ്പർ എടുത്താലോ? പെന്റഗൺ നമ്പർ എടുത്ത് നമ്മൾ ഡിഫറൻസ് എഴുതി ഡിഫറൻസ് കണ്ടാൽ എല്ലാം 3 ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഭുജങ്ങൾ, അതായത് ബഹുഭുജ സംഖ്യകളുടെ വശങ്ങളുടെ എണ്ണവും ഈ ഡിഫറൻസുമായിട്ട് നല്ല ബന്ധമുണ്ട്. ത്രികോണ സംഖ്യ എന്ന് പറയാൻ 3 വശങ്ങളാണ്. 3ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിഫറൻസായി 1 കിട്ടുന്നത്. സ്ക്വയർ നമ്പറിലും 4 മൈനസ് 2 സമം 2. ഇനി പെന്റഗൺ നമ്പർ ആണെങ്കിലോ 5 മൈനസ് 2 സമം 3. ഡിഫറൻസ് അവിടെ 3 ആയിരിക്കും. ഇത് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് തൊട്ട് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ഓരോ ബഹുഭുജ സംഖ്യയും പോളിഗൺ നമ്പേഴ്സിന്റെ nth ടേം കാണാനുള്ള ആ സൂത്രവാക്യവും കൂടെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇത് ഒരു പുതിയ രീതിയിലാണ് നമ്മൾ ഡിഫറൻസ് കണ്ടുകൊണ്ടൊരു പുതിയ അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ എല്ലാവരും ധാരാളം പഠിക്കാനുള്ളതാണ്, ഒരുപാട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് മത്സരത്തിന് വേണ്ടി മാത്രം പഠിക്കാനുള്ളതല്ല, നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഗണിത പഠനത്തിന് ഒരുപാട് സഹായകമാവുന്ന ഒരു നമ്പർ ചാർട്ടാണ്. തീർച്ചയായും മത്സരത്തിന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, മത്സരിച്ച് സമ്മാനം നേടിയാലും ഇല്ലെങ്കിലും, ഇത് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഗണിത പഠനത്തെ ഒരുപാട് സഹായിക്കും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എണ്ണൽ സംഖ്യകളിലൂടെ എങ്ങനെയാണ് ത്രികോണ സംഖ്യകളിലേക്ക് എത്തിച്ചേരുന്നത്? എന്താണ് ത്രികോണ സംഖ്യകൾ? എന്തുകൊണ്ടാണ് അതിനെ ത്രികോണ സംഖ്യകൾ എന്ന പേര് വിളിക്കുന്നത്? അപ്പോൾ ത്രികോണ രൂപത്തിൽ വളർന്ന് വലുതാവുന്ന സംഖ്യകളാണ് ത്രികോണ സംഖ്യകൾ. ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറയും. ട്രയാങ്കുലർ നമ്പേഴ്സ്. അപ്പോൾ മറ്റേതൊരു ബഹുഭുജ സംഖ്യയെയും പോലെ ആദ്യത്തെ ത്രികോണ സംഖ്യ 1 തന്നെയാണ്, 1. പിന്നീട് 2, 3. ഒരു ത്രികോണത്തിന്റെ 3 മൂലകളിലാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 1, 2, 3. അപ്പോൾ ഇവിടെ കൊണ്ട് ഒരു ത്രികോണം പൂർത്തിയാവുകയാണ്. ഇനി അടുത്തത് 3 കഴിഞ്ഞ് 4, 5, 6 ആവുമ്പോഴേ അടുത്ത ത്രികോണം പൂർത്തിയാവുന്നുള്ളൂ. അടുത്തത് 7, 8, 9, 10. ഇപ്പോൾ അടുത്ത ത്രികോണ സംഖ്യ 10. വീണ്ടും 11, 12, 13, 14, 15. അടുത്ത ത്രികോണ സംഖ്യ വന്നു. അതായത് 5ാമത്തെ 1, 2, 3, 4 5ാമത്തെ ത്രികോണ സംഖ്യയാണ് 15. വീണ്ടും പോയി 16,
17, 18, 19, 20, 21 ആറാമത്തെ ത്രികോണ സംഖ്യ. വീണ്ടും 22, 23, 24, 25, 26, 27, 28. 28 എന്ന് പറയുമ്പോൾ എട്ടാമത്തെ ത്രികോണ 1, 2, 3, 4, 5, 6 ഏഴാമത്തെ ത്രികോണ സംഖ്യ. ഇനി എട്ടാമത്തെ ത്രികോണ സംഖ്യ കാണാൻ 28, 29, 30, 31, 32, 33, 34, 35, 36 എട്ടാമത്തെ ത്രികോണ സംഖ്യ. വീണ്ടും മേലോട്ട് പോയി 37, 38, 39, 40, 41, 42, 43, 44, 45 ഒൻപതാമത്തെ ത്രികോണ സംഖ്യ. അപ്പോൾ ഇത് എണ്ണൽ സംഖ്യകളിൽ നിന്ന് തന്നെ സാധാരണ നമ്പറിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ 1, 2, 3 ഇവിടെ നോക്ക്, ആദ്യത്തെ ത്രികോണ സംഖ്യ 1 രണ്ടാമത്തെ ത്രികോണ സംഖ്യ 3 എന്നുള്ളത് കൊണ്ട് ഒന്നിന്റെ കൂടെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യയായ 2 കൂട്ടിയിട്ടാണ് 3 വന്നത്. അപ്പോൾ ഇവിടെ 2 കൂട്ടിയതെങ്കിൽ ഇവിടെ 3 കൂട്ടുന്നത്. അതാണ് 3 3 6. അതായത് ഇവിടെ ഒന്നിന്റെ കൂടെ 2 കൂട്ടി, ഇവിടെ 3 കൂട്ടി, ഇവിടെ 4 എന്ന് പറഞ്ഞാൽ ഇതാ 1, 2, 3, 4 4 പോയിന്റ് വളരെ വ്യക്തമായിട്ട് കാണാം. ഇവിടെ 5 കൂട്ടുന്നത്. ഇവിടെ 6 വർദ്ധിച്ച്, 7 വർദ്ധിച്ച്, 8 വർദ്ധിച്ച്, 9 വർദ്ധിച്ച്, ഇനി 10 വർദ്ധിക്കുക. അപ്പോൾ 45ന്റെ കൂടെ 10 വർദ്ധിച്ചാൽ 55. പിന്നെ 11 വർദ്ധിക്കുക. 11 വർദ്ധിച്ചാൽ 66. പിന്നെ അടുത്തത് 12 കൂടുമ്പോൾ 78. പിന്നെ 13 കൂടുമ്പോൾ 91. അപ്പോൾ 100ന് താഴെയുള്ള ത്രികോണ സംഖ്യകൾ മുഴുവൻ വരും. അപ്പോൾ വളരെ എളുപ്പമാണ്. ത്രികോണ സംഖ്യകൾ ട്രയാങ്കുലർ നമ്പറിന് അതിന് പേര് കൊടുക്കുന്നത് അത് ത്രികോണത്തിൽ തന്നെ വളർന്ന് വലുതാവുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ എണ്ണൽ സംഖ്യയും ത്രികോണ സംഖ്യയും ഒന്ന് തന്നെ. 1 + 2, അതായത് 1 + 2 ആയാലും മാത്രമേ ഒരു ത്രികോണത്തിന്റെ 3 മൂലകളും കിട്ടൂ. അടുത്തത് 1 + 2 + 3. അടുത്തത് 3 കൂടെ വരുമ്പോഴാണ് 6. ഇവിടെ നമ്മൾ താഴെ വരിയിൽ കൃത്യമായിട്ട് കാണുന്ന ത്രികോണ സംഖ്യകൾ തന്നെയാണ്. 1, 2, 3, 3, 3, 6, 6, 4, 10, 10, 5, 15, 15, 6, 21, 21, 7, 28, 28, 8, 36, 36, 9, 45, 45, 10, 55 അതങ്ങനെ പോകും. ഇനി അത് നമ്മൾ എങ്ങനെയാണ് ചാർട്ടിൽ കൃത്യമായിട്ട് കാണിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ആ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നമുക്കിവിടെ കാണാം. ഇതാ ആദ്യത്തെ എണ്ണൽ സംഖ്യ 1. 1ന്റെ കൂടെ തൊട്ടടുത്ത 2 കൂട്ടിയിട്ടാണ് 3. 3 3 6, 6 4 10, 10 5 15, 15 6 21, 21 7 28, 28 8 36, 36 9 45, 45 10 55, 55 11 66, അടുത്തത് 78, അടുത്ത 91, അടുത്ത 105 അങ്ങനെ പോകും. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഈ ബ്ലൂ കളറിൽ എഴുതിയതൊക്കെ ത്രികോണ സംഖ്യകളാണ്. പിന്നെ ഈ ഗ്രീൻ കളറിൽ എഴുതിയത് ഈ ത്രികോണ സംഖ്യകൾ, അടുത്തടുത്ത ത്രികോണ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ്. അപ്പോൾ 1, 2, 3 അങ്ങനെയാണ്. അതായത് 1ൽ നിന്നും 1 കുറച്ചാൽ 2, 6ൽ നിന്നും 3 കുറച്ചാൽ 3, 10ൽ നിന്നും 6 കുറച്ചാൽ 4. അങ്ങനെ അടുത്തടുത്ത ട്രയാങ്കുലർ നമ്പറിൽ വലുതെന്ന് ചെറുത് കുറച്ചപ്പോൾ കിട്ടിയ ഡിഫറൻസ് ആണ് ഈ എഴുതിയത്. അപ്പോൾ എങ്ങനെയാണത് വന്നത്? 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ 13, 14, 15, 16, 17, 18 എന്നും പറഞ്ഞിട്ടാണ് ആ ഡിഫറൻസ് പോവുക. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നീട് ഞാൻ 3ാമത്തെ വരിയിലേക്ക് വരികയാണ്. അപ്പോൾ അടുത്തടുത്ത ത്രികോണ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, വലുതെന്ന് ചെറുതെന്ന് കുറച്ചിട്ടുള്ള വ്യത്യാസമാണ് ഈ 2, 3, 4, 5 ഗ്രീൻ കളറിൽ എഴുതിയത്. അടുത്ത ബ്രൗൺ കളറിൽ എഴുതിയതോ ആ വ്യത്യാസങ്ങളുടെ വ്യത്യാസമാണ്, ഡിഫറൻസിന്റെ ഡിഫറൻസ്. അപ്പോൾ ത്രികോണ സംഖ്യകളുടെ ഡിഫറൻസിന്റെ ഡിഫറൻസ് 1.
അതൊരു സ്ഥിര നമ്പർ ആയിരിക്കും. 2 ഡയമെൻഷൻ രൂപത്തിലുള്ളതാണെങ്കിൽ ട്രയാങ്കുലർ നമ്പർ ആയിക്കോട്ടെ, സ്ക്വയർ നമ്പർ ആയിക്കോട്ടെ, പെന്റഗൺ നമ്പർ ആയിക്കോട്ടെ, ഹെക്സഗൺ നമ്പർ ആയിക്കോട്ടെ, ഏതായാലും ഡിഫറൻസ് ഒരു സ്ഥിര നമ്പർ ആയിരിക്കും. എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇവിടെ അത് വരുന്നത് 1 1 1 1 1. ഇനി എത്ര പോയാലും ആ രൂപത്തിൽ തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മളൊരു അത് കണ്ടെത്താനുള്ള, അതായത് എത്രാമത്തെ ട്രയാങ്കുലർ നമ്പറും നമുക്ക് കണ്ടെത്താനുള്ള ഒരു സൂത്രവാക്യവും ഇവിടെയുണ്ട്. അതായത് എത്രാമത്തെ എണ്ണൽ സംഖ്യ കണ്ടെത്താം, nth ടേം. ഇപ്പോൾ 100ാമത്തെ എണ്ണൽ സംഖ്യ എത്രയാണ്, അല്ലെങ്കിൽ 50ാമത്തെ എണ്ണൽ സംഖ്യ എത്രയാണ്, അത് കണ്ടുപിടിക്കാനുള്ള അതേ സൂത്രവാക്യം തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. n × n+1/2. അപ്പോൾ ഇവിടെ 5ാമത്തെ ട്രയാങ്കുലർ നമ്പർ ആണ് കിട്ടേണ്ടതെങ്കിൽ 5 ഗുണിക്കണം 5 + 1/2. അപ്പോൾ 5 + 1/2 എത്രയാണ്? 6. 6/2 എന്ന് പറഞ്ഞാൽ 3. യെസ്. അപ്പോൾ 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ 15. അതായത് 5ാമത്തെ ത്രികോണ സംഖ്യ കൃത്യമായിട്ട് നമുക്ക് കാണാം. 1 2 3 4. 5ാമത്തെ ത്രികോണ സംഖ്യ 15ആണ്. യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യം ട്രയാങ്കുലർ നമ്പർ എഴുതി, പിന്നീട് അതിൻ്റെ ഡിഫറൻസ് കണ്ട്, പിന്നീട് അടുത്തടുത്ത ആ നമ്പറുകളുടെ ഡിഫറൻസ് ആണ് നമ്മളിവിടെ കണ്ടത്. അത് ഒരു സ്ഥിര നമ്പറാണ്. 1 1 1 1 പോകും. ഇത് നമ്മൾ സ്ക്വയർ നമ്പറിൽ പരിശോധിക്കുകയാണ്. സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ സമചതുര സംഖ്യകൾ. അപ്പോൾ സമചതുര സംഖ്യകളിൽ എന്ന് വെച്ചാൽ 4 വശമുണ്ട്. സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശമാണ്. ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശമാണ്. അങ്ങനെയാണെങ്കിൽ സമചതുര സംഖ്യകൾ വലുതായി വരുന്ന എങ്ങനെയായിരിക്കും? അത് സമചതുര രൂപത്തിൽ തന്നെയായിരിക്കും, ഉറപ്പാണ്. കാരണം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമചതുരത്തിൽ വളർന്നു വലുതായി വരുന്ന സംഖ്യകളാണ്. നമുക്കതിൻ്റെ ചിത്രം ഒന്ന് നോക്കാം. സമചതുര സംഖ്യകൾ വളർന്ന് വികസിക്കുന്നത് ഈ രൂപത്തിലാണ്. സ്ക്വയർ നമ്പർ എന്ന പേര് വരാൻ കാരണം അത് സ്ക്വയറിന്റെ രൂപത്തിൽ വളർന്നു വലുതാവുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ സ്ക്വയർ നമ്പർ സമചതുര സംഖ്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 ആണ്. അപ്പോൾ അടുത്തത് 2 3 4. ഒരു സ്ക്വയർ, ചെറിയ സ്ക്വയർ ഉണ്ടാവുമ്പോൾ അവിടെ 4 പോയിന്റാണ്. 4 മൂലക്ക് 4 പോയിന്റ്. അപ്പോൾ 4ാമത്തെ മൂലയിൽ വരുന്നതാണ് 4. അപ്പോൾ 1 കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ക്വയർ നമ്പർ 4 ആണ്. ഇനി ആ സമചതുരം വലുതായി പോവാണ്. എന്ന് വെച്ചാൽ ഇവിടെ 1 യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഓരോ വശവും 2 യൂണിറ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് സമചതുരം വരുന്നത്, ത്രികോണത്തിൽ കണ്ടതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ 2 യൂണിറ്റ് വലുതായി, ഇവിടെയും 2 യൂണിറ്റ്, വശങ്ങളെല്ലാം 2 യൂണിറ്റ് വലുതാകുകയാണ്. അപ്പോൾ 1 2 3 4 എന്ന് പറയുമ്പോൾ അടുത്ത സ്ക്വയർ നമ്പർ, അതായത് 4ാമത്തെ മൂലയിൽ വന്ന് വീണ്ടും 5 6 7 8 9 വരുമ്പോഴേ അടുത്ത സമചതുരം പൂർത്തിയാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 1ാമത്തെ സമചതുര സംഖ്യ 1 തന്നെ, 2ാമത്തെ സമചതുര സംഖ്യ 4 തന്നെ. ഇനി 3ാമത്തെ സ്ക്വയർ നമ്പർ 9. അടുത്തത് 10 11 12 13 14 15 16. 16 വരുമ്പോൾ മാത്രമേ അതിലും വലിയ ഒരു സമചതുരം വരുന്നുള്ളൂ. അപ്പോൾ 1 4 9 16. ഇനിയോ 17 18 19 20 21 22 23 24 25 എത്തുമ്പം വീണ്ടും ഒരു സമചതുരം പൂർത്തിയായി. 26 27 28 29 30 31 32 33 34 35 36 എന്ന് പറയുമ്പോൾ വീണ്ടും തൊട്ട് വലിയ സമചതുരം കിട്ടി. 37 38 39 40 41 42 43 44 45 46 47 48 49. അടുത്തത് ഈ രൂപത്തിൽ പോകുമ്പോൾ 64. വീണ്ടും അതിലും വലിയ സമചതുരം വരുമ്പോൾ 81. അതിലും വലുതാവുമ്പോൾ 100. ആ രൂപത്തിലാണ് സമചതുര സംഖ്യകളുടെ വളർച്ച. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമചതുരത്തിൽ വളർന്നു വലുതാവുന്ന സംഖ്യകളാണ് സമചതുര സംഖ്യകൾ, സ്ക്വയർ നമ്പറുകൾ. ഇനി ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടെ കാണാം. ഞാനത്
ചാർട്ടിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം. 1ന്റെ കൂടെ 1 കഴിഞ്ഞാൽ തൊട്ടടുത്ത ഓഡ് നമ്പർ ഒറ്റ സംഖ്യ 3 ആണ്. 1ഉം 3ഉം ചേർത്താണ് ഇവിടെ 4 കിട്ടിയത്. അപ്പോൾ 3 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓഡ് നമ്പർ 5 ആണ്. അപ്പോൾ 4ഉം 5ഉം 9. അടുത്ത ഒറ്റ സംഖ്യ 7 ആണ്. 9ഉം 7ഉം 16. 16ഉം 9ഉം 25. 25ഉം 11ഉം 36. എന്ന് വെച്ചാൽ ഇവിടെ രണ്ടാമത്തെ ഒറ്റ സംഖ്യയായ 3 കൂട്ടുന്ന 5, 7, 9, 11, 13, 15, 17 അങ്ങനെ തുടർച്ചയായ ഒറ്റ സംഖ്യകൾ കൂട്ടി കൂട്ടി പോവുകയാണ്. അങ്ങനെ കിട്ടുന്നതെല്ലാം സ്ക്വയർ നമ്പർ ആയിരിക്കും. ഞാനത് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ ചാർട്ടിൽ. ഇതാ ഇവിടെ വളരെ വ്യക്തമായി തന്നെ കാണാം സ്ക്വയർ നമ്പർ വരുന്നത് 1, 4, 9, 16, 25. ഈ ബ്ലൂ കളറിൽ എഴുതിയെല്ലാം സ്ക്വയർ നമ്പറാണ്. എന്ന് വെച്ചാൽ ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ച് കിട്ടുന്നതാണ് നമുക്ക് സ്ക്വയർ നമ്പർ എന്നറിയാം. 1 ഗുണിക്കണം 1 1, 2 ഗുണിക്കണം 2 4, 3 ഗുണിക്കണം 3 9. അങ്ങനെ ഓരോ സംഖ്യയും ഗുണിച്ച് പോകുമ്പോഴാണ് സ്ക്വയർ നമ്പർ കിട്ടുന്നത്. ഇത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ തുടർച്ചയായ ഒറ്റ സംഖ്യകളാണ് ഇവിടെ. അപ്പോൾ ഇതെങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്തടുത്ത 2 സ്ക്വയർ നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത്. അപ്പോൾ 4ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 3. മൂന്നാമത്തെ സ്ക്വയർ നമ്പർ 9 ആണ്. രണ്ടാമത്തത് 4 ആണ്. 9ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 5. 16ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം 7. എന്ന് വെച്ചാൽ സ്ക്വയർ നമ്പറുകൾ തമ്മിലുള്ള അടുത്തടുത്ത നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ 3, 5, 7, 9, 11, 13 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന സംഖ്യകളെല്ലാം ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സാണ്. അത് മാത്രമല്ല തുടർച്ചയായ ഒറ്റ സംഖ്യകളാണ് വരുന്നതെല്ലാം. 3, 5, 7, 9, 11 എന്ന് പറഞ്ഞിട്ട് വരുന്നതെല്ലാം ഓഡ് നമ്പേഴ്സാണ്, അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രൂപത്തിലും ഒരു കണ്ടെത്തൽ നടത്താം. അടുത്തടുത്ത ഒറ്റ സംഖ്യകൾ 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകൾ കൂട്ടി കൂട്ടി പോകുമ്പോൾ കിട്ടുന്നതെല്ലാം സ്ക്വയർ നമ്പർ ആയിരിക്കും. ഇതാ നോക്ക്, 1ഉം 3ഉം 4, 4ഉം 5ഉം 9, 9ഉം 7ഉം 16, 16ഉം 9, 25, 25ഉം 11ഉം 36, 36ഉം 13ഉം 49, 49ഉം 15ഉം 64. അങ്ങനെ അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് കൂട്ടി കൂട്ടി പോയി നമുക്ക് കിട്ടുന്നതെല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും. ഇനിയാണ് അതിൻ്റെ ഡിഫറൻസ്, അതായത് ഡിഫറൻസിന്റെ ഡിഫറൻസ്. ഇവിടെ നമുക്ക് സമേതര സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് വന്നത് 3, 5, 7, 9. ഇനി അതിൻ്റെ ഡിഫറൻസിന്റെ ഡിഫറൻസ് നോക്കുകയാണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എല്ലാ സ്ഥലത്തും 2 ആണ്. 5 കുറക്കണം 3 2, 7 കുറക്കണം 5 2, 9 കുറക്കണം 7 2. അപ്പോൾ ഇവിടെ വ്യത്യാസങ്ങളുടെ വ്യത്യാസം ഒരു സ്ഥിര നമ്പർ, നേരത്തെ അത് ത്രികോണ സംഖ്യയിൽ 1 ആയിരുന്നെങ്കിൽ സമചതുര സംഖ്യയിൽ അത് 2 ആണ്. അപ്പോൾ ഉയർന്ന തലത്തിൽ വരുമ്പോൾ അത് എത്രാമത്തെ സ്ക്വയർ നമ്പറും കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഇതാണ്, n സ്ക്വയർ ആണ്. നമുക്ക് 10ാമത്തെ സ്ക്വയർ നമ്പറാണ് കിട്ടേണ്ടതെങ്കിൽ 10ന്റെ സ്ക്വയർ, 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. ഇനി 25ാമത്തെ സ്ക്വയർ നമ്പർ കിട്ടണം, 25 × 25, 25ന്റെ സ്ക്വയർ എത്രയാണോ അത്രയും. അപ്പോൾ ഇനി മറ്റൊന്ന്, ഈ സ്ക്വയർ നമ്പറിലേക്ക് വരുന്ന ത്രികോണ സംഖ്യകളും സ്ക്വയർ നമ്പറും തമ്മിലുള്ള ബന്ധം. അതെന്താ ബന്ധം? അടുത്തടുത്ത ത്രികോണ സംഖ്യകൾ നമ്മൾ കൂട്ടുകയാണ്. അപ്പോൾ ഒന്നാമത്തെ 1, 2, ആദ്യത്തെ 2 ത്രികോണ സംഖ്യകൾ കൂട്ടുമ്പോൾ കിട്ടുന്നത് 4 ആണ്. അപ്പോൾ 2 ത്രികോണ സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2ാമത്തെ സ്ക്വയർ നമ്പറാണ്. അതുപോലെ 2ാമത്തെയും 3ാമത്തെയും ത്രികോണ സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ആണ്. എന്ന് വെച്ചാൽ 2ാമത്തെയും 3ാമത്തെയും ത്രികോണ സംഖ്യകൾ കൂട്ടുമ്പോൾ 3ാമത്തെ സ്ക്വയർ നമ്പർ കിട്ടുന്നു. 3ാമത്തെയും 4ാമത്തെയും ത്രികോണ സംഖ്യകൾ കൂട്ടുമ്പോൾ 16. അപ്പോൾ 4ാമത്തെ സ്ക്വയർ നമ്പർ. ഇങ്ങനെ അടുത്തടുത്ത ത്രികോണ സംഖ്യകൾ കൂട്ടുമ്പോൾ എല്ലാം നമുക്ക് സ്ക്വയർ നമ്പർ കിട്ടുന്നത്. അത് എത്രാമത്തെ, അതിൽ കൂട്ടത്തിൽ വലുത് ഏതാണോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും കിട്ടുക. പക്ഷേ ഏതെങ്കിലും ട്രയാങ്കുലർ നമ്പേഴ്സ് നമ്മൾ കൂട്ടിയാൽ സ്ക്വയർ നമ്പർ കിട്ടില്ല. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് വ്യത്യാസങ്ങളുടെ വ്യത്യാസം ത്രികോണ സംഖ്യയിൽ 1 ആയിരുന്നെങ്കിൽ സമചതുര സംഖ്യകളിൽ അത് 2 ആയിരിക്കും. ഇനി പെന്റഗൺ നമ്പേഴ്സ് നോക്കുകയാണ്, പഞ്ചഭുജ സംഖ്യകൾ. നോക്ക്, പെന്റഗൺ നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നത്? പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 വശമുള്ള രൂപമാണ്. ആ 5 വശമുള്ള രൂപം തുല്യ അകലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്നത് 108 ഡിഗ്രി എന്നതാണ്. അതായത് ഒരു വര വരച്ച് 108 ഡിഗ്രി എടുത്തിട്ടാണ് ചെരുവിലാണ് പോകുന്നത്. എല്ലാം 108 ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ സമപഞ്ചഭുജം തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെയും 1, 2, 3, 4, 5 അപ്പോഴാണ് അടുത്ത പെന്റഗൺ നമ്പർ കിട്ടുന്നത്. ആദ്യത്തെ 1 തന്നെയാണ്, രണ്ടാമത്തെ പെന്റഗൺ നമ്പർ 5, 6, 7, 8, 9, 10, 11, 12. മൂന്നാമത്തെ പെന്റഗൺ നമ്പർ 12 ആണ്. 13, 14, 15, 16, 17, 18, 19, 20, 21, 22. അപ്പോൾ നാലാമത്തെ പെന്റഗൺ നമ്പർ പഞ്ചഭുജ സംഖ്യ 22 ആണ്. 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35. അടുത്ത അഞ്ചാമത്തെ പെന്റഗൺ നമ്പർ 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51. ഇതാണ് ആറാമത്തെ പെന്റഗൺ നമ്പർ. അപ്പോൾ 1, 5, 12, 22, 35, 51. അപ്പോൾ പെന്റഗൺ രൂപത്തിൽ വളർന്നു വരുന്ന സംഖ്യകളാണ് പെന്റഗൺ നമ്പേഴ്സ്. ഇനി നമുക്ക് അത് കൃത്യമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ അത് കണ്ടെത്താനുള്ള nth ടേം കണ്ടെത്താനുള്ള സൂത്രവാക്യവും കൂടെ നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ പെന്റഗൺ നമ്പർ നമ്മൾക്ക് കിട്ടിയെടുത്തോളം ഞാൻ എഴുതിയതാണ്. 1, 5, 12, 22, 35, 51, 51 വരെയാണ് നമുക്ക് കണ്ടത്. ഇനി അപ്പുറത്ത് ഉള്ളതൊക്കെ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതും കാണിച്ചു തരാം. പിന്നീട് അതിന്റെ ഡിഫറൻസ് എഴുതി. 4, 7, 10, 13, 16, 19, 22, 25. ഇനി ഉറപ്പാണ് 28 ആയിരിക്കും, പിന്നെ 31 ആയിരിക്കും, അങ്ങനെ പോകും. കാരണം ഈ വ്യത്യാസങ്ങളുടെ വ്യത്യാസം വന്നതെല്ലാം 3 ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ത്രികോണ സംഖ്യയാണെങ്കിൽ വ്യത്യാസങ്ങളുടെ വ്യത്യാസം 1 ആയിരുന്നു, സമചതുര സംഖ്യകളിൽ 2 ആയിരുന്നു, പഞ്ചഭുജ സംഖ്യകൾ വരും അത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രൂപവും ഈ നമ്പറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത്, ത്രികോണത്തിന് 3 വശങ്ങളും 3 മൂലകളുമാണ്. 3 മൂലകൾ ആ രൂപത്തിൽ എടുക്കുകയാണ്. അതിൽ നിന്ന് 2 കുറക്കുമ്പോഴാണ് 1 കിട്ടുന്നത്. ആ രൂപത്തിലാണെങ്കിൽ സമചതുര സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 4 മൂലയും 4 വശങ്ങളുമാണ്. ആ 4-ൽ നിന്നും അതേപോലെ 2 കുറച്ചപ്പോഴാണ് 2 കിട്ടുന്നത്. ഇനി പഞ്ചഭുജ സംഖ്യകളാണെങ്കിലോ 5 മൂലകളുമാണ്, 5 വശങ്ങളാണ്. അതിൽ നിന്നും അതേപോലെ 2 കുറക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ 3. അങ്ങനെയാണെങ്കിൽ ഷഡ്ഭുജ സംഖ്യകളിൽ അത് 4 ആയിരിക്കും. കാരണം ഷഡ്ഭുജ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 6 വശമുള്ളതാണ്. അപ്പോൾ 6-ൽ നിന്നും 2 കുറക്കുമ്പോൾ കിട്ടുന്ന 4 ആയിരിക്കും വ്യത്യാസങ്ങളുടെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഷഡ്ഭുജ സംഖ്യകളിൽ പെന്റഗൺ നമ്പർ നമ്മൾ പറഞ്ഞ്, പിന്നെ വ്യത്യാസങ്ങൾ പറഞ്ഞ്, വ്യത്യാസങ്ങളുടെ വ്യത്യാസം ഒരേ സംഖ്യയായി ആവർത്തിക്കുന്നു നമ്മൾ കണ്ടു 3. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഷഡ്ഭുജ സംഖ്യകൾ എടുക്കുകയാണ്. ഷഡ്ഭുജ സംഖ്യകൾ എങ്ങനെയാണത് വരുന്നത് നമുക്ക് നോക്കാം. ചിത്രം എങ്ങനെയാണ് ഷഡ്ഭുജ സംഖ്യ വികസിക്കുന്നത് നോക്ക്. ആദ്യത്തെ 1 തന്നെയാണ്. അപ്പോൾ 1, 2, 3, 4, 5, 6 വശങ്ങളാണ് ഉണ്ടാകുക. അപ്പോൾ 6ാമത്തെ മൂലയിലേക്ക് എത്തുമ്പോൾ 6. അപ്പോൾ ഇത് നിർമ്മിക്കുന്നത് 120 ഡിഗ്രി ചെരിവിലാണ്. അതായത് ഒരു ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ അത് റെഗുലർ ആണെങ്കിൽ 120, 120, 120 എന്നായിരിക്കണം. അപ്പോൾ മൊത്തം വരുമ്പോൾ ഉള്ളിൽ 720 ഡിഗ്രിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഷഡ്ഭുജ സംഖ്യ 1, 2, 3, 4, 5, 6. രണ്ടാമത്തെ ഷഡ്ഭുജ സംഖ്യ ഹെക്സഗൺ നമ്പർ
7, 8, 9, 10, 11, 12, 13, 14, 15 മൂന്നാമത്തെ ഹെക്സഗൺ നമ്പർ. 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28 നാലാമത്തെ ഹെക്സഗൺ നമ്പർ. 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45 അഞ്ചാമത്തെ ഹെക്സഗൺ നമ്പർ. അപ്പോൾ ഇത് ഹെക്സഗൺ രൂപത്തിൽ തന്നെ വളർന്നു വരുന്നതാണ്. അടുത്തടുത്ത നമ്പർ കണ്ടെത്തുക ഈ രൂപത്തിൽ തന്നെയാണ്. അതായത് നമ്മൾ ഇവിടെ 1 യൂണിറ്റ് ആണ് എടുത്തതെങ്കിൽ തൊട്ടടുത്തത് 2 യൂണിറ്റ് ആണ് വശങ്ങൾ വരുന്നത്. പിന്നീട് 3 യൂണിറ്റ് ആണ് വശങ്ങൾ വരുന്നത്. പിന്നീട് 4 യൂണിറ്റ് ആണ് വരിക. ഓക്കെ. അപ്പോൾ ആ രൂപത്തിലാവുമ്പോൾ ഇത്തരം സംഖ്യകളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇത് തമ്മിലുള്ള പ്രത്യേകതകൾ മനസ്സിലാവുക. നമ്മൾ കണ്ടല്ലോ, ട്രയാങ്കുലർ നമ്പറും സ്ക്വയർ നമ്പറുമായിട്ടുള്ള ബന്ധം നമ്മൾ പറഞ്ഞതാണ്. അതായത് അടുത്തടുത്ത ത്രികോണ സംഖ്യകൾ ഏത് കൂട്ടിയാലും സ്ക്വയർ നമ്പറാണ് കിട്ടുക. ഇവിടെ ഇത് 5ാമത്തെ ത്രികോണ സംഖ്യയും 6ാമത്തെ ത്രികോണ സംഖ്യയും കൂട്ടിയാൽ 36 കിട്ടുക. 15 + 21 അത് 6ാമത്തെ സ്ക്വയർ നമ്പറാണ്. ഈ രൂപത്തിൽ നമ്മളൊരു കണ്ടെത്തൽ നടത്തി. ഇനി ട്രയാങ്കുലർ നമ്പറും ഹെക്സഗൺ നമ്പറും തമ്മിലുള്ള ബന്ധം ഇതാ. 2ാമത്തെ ഷഡ്ഭുജ സംഖ്യ ഹെക്സഗൺ നമ്പർ 6 ഇത് 3ാമത്തെ ട്രയാങ്കുലർ നമ്പറാണ്. നമുക്ക് കാണാലോ, ഇതാ. യെസ്, 3ാമത്തെ ട്രയാങ്കുലർ നമ്പറാണ് 6. എന്നാൽ 2ാമത്തെ ഷഡ്ഭുജ സംഖ്യ ഹെക്സഗൺ നമ്പറാണ് 6. അടുത്ത നോക്ക്, 3ാമത്തെ ഷഡ്ഭുജ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 5ാമത്തെ ത്രികോണ സംഖ്യയാണ്. 5ാമത്തെ ത്രികോണ സംഖ്യയാണ് 3ാമത്തെ ഷഡ്ഭുജ സംഖ്യയായി വന്നത്. അതുപോലെ 28 ഇവിടെ 7ാമത്തെ ത്രികോണ സംഖ്യയാണ്. അതാണ് 4ാമത്തെ ഷഡ്ഭുജ സംഖ്യയായി വന്നത്. മറ്റൊന്ന്, ഒന്നിടവിട്ടുള്ള, അതായത് എല്ലാ ഹെക്സഗൺ നമ്പറും ഒന്നിടവിട്ടുള്ള ട്രയാങ്കുലർ നമ്പർ ആയിരിക്കും. നമുക്കത് ഒന്നിടവിട്ട് പിടിച്ചാൽ ഹെക്സഗൺ നമ്പർ ഇവിടുന്ന് തന്നെ കിട്ടും. 1, 6, 15, 28, 45, 66, 91 ഇതൊക്കെ ഹെക്സഗൺ നമ്പറാണ്. അപ്പോൾ ഹെക്സഗൺ നമ്പറും ട്രയാങ്കുലർ നമ്പറും തമ്മിലുള്ള ബന്ധം, അപ്പോൾ പരസ്പരമുള്ള ബന്ധങ്ങളും ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതേ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ ഇതാ 7 വശമുള്ള സംഖ്യകളുണ്ട്, ഹെപ്റ്റഗണൽ നമ്പേഴ്സ്, സപ്തഭുജ സംഖ്യകൾ. അപ്പോൾ 1, 7, 18, 34, 55, 81 നമ്മൾ ചിത്രം വരച്ചാൽ അത് കൃത്യമായിട്ട് കാണും. അതിൻ്റെ ഡിഫറൻസ് 6, 11, 16, 21, 26, 31 അങ്ങനെ പോകുന്നു. ഡിഫറൻസിന്റെ ഡിഫറൻസ് എടുത്താൽ ഇതാ ഒന്നുകൂടെ കൂടി 5 എന്ന് വെച്ചാൽ സപ്തഭുജ സംഖ്യകളുടെ ആ വശങ്ങളുടെ അല്ലെങ്കിൽ മൂലകളുടെ എണ്ണം 7. 7 - 2 5. അപ്പോൾ വ്യത്യാസങ്ങളുടെ വ്യത്യാസം കൃത്യമായി 5 വന്നു. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഒക്ടഗണൽ നമ്പേഴ്സ് നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇതാ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി എന്നുള്ളതാണ്. അപ്പോൾ എത്ര വരെയും നമുക്കിത് നീട്ടിക്കൊണ്ടുപോകാം. ഇനി ഒന്നിച്ചാണ് കാണുന്നെങ്കിൽ, nth ടേമാണ് കാണുന്നെങ്കിൽ അതിന് സൂത്രവാക്യം പ്രത്യേകമുണ്ട്. അതുപോലെ തന്നെയാണ് ഇതാ നവഭുജ സംഖ്യകൾ, നാനോഗണൽ നമ്പേഴ്സ്. യെസ്, 1, 9, 24 അങ്ങനെ. അതുപോലെ 10 വശമുള്ള ദശഭുജ സംഖ്യകൾ, ഡെക്കാഗണൽ നമ്പേഴ്സ്. അതൊക്കെ ഈ രൂപത്തിൽ തന്നെ നമുക്ക് വികസിപ്പിക്കാൻ കഴിയും. അവിടെയൊക്കെ നമുക്ക് ഡിഫറൻസിന്റെ ഡിഫറൻസ് നമ്മളൊരു സ്ഥിരസംഖ്യയിൽ ആ ക്രമത്തിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് അന്വേഷണം ഇതുപോലെ നമുക്ക് നോക്കിയിട്ട് ഇനിയും ധാരാളം പ്രത്യേകതകൾ കണ്ടെത്താൻ കഴിയും.
അപ്പോൾ LP തലത്തിലാണെങ്കിൽ നമുക്ക് കൂടുതലൊന്നും വേണ്ട, ട്രയാങ്കുലർ നമ്പറും സ്ക്വയർ നമ്പറും കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുള്ള ഉണ്ടാകും. UP തലത്തിലേക്ക് എത്തുമ്പോൾ അത് ഒന്നും കൂടെ വികസിപ്പിക്കുന്നു. ഹൈസ്കൂൾ തലത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറേയും കൂടെ വികസിപ്പിക്കാം.